നമസ്കാരം. ഓ ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം അഷ്ടാധികശതതമ സർഗഃ 108 സർഗത്തിലെ 10 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യാം. ശ്ലോകം 10. നദേ കച്ഛിദ്ദശരഥത്വം ച തസ്യ ന കച്ഛന അന്യോ രാജാത്വമനസ്തു തസ്മാത് കുരു യദുച്യതേ. ബീജമാത്രം പിതാ ജന്തോ ശുക്ലം ശോണിതമേവ ച സംയുക്തമൃതുമന്മാത്ര പുരുഷസ്യേഹ ജന്മ തത്. യതസ്സ നൃപതിസ്തത്ര ഗന്തവ്യം യത്ര തേന വൈ പ്രവൃത്തിരേഷാ ഭൂതാനാം ത്വം തു മിഥ്യാവിഹന്യസേ. അർത്ഥധർമ്മപരായേ യേ താംസ്താൻ ശോചാമി നേതരാൻ തേ ഹി ദുഃഖമിഹ പ്രാപ്യ വിനാശം പ്രേത്യലേഭിരേ. അഷ്ടകാ പിതൃദേവത്യം ഇത്യയം പ്രസൃതോ ജനഃ അന്നസ്യോപദ്രവം പശ്യ മൃതോ ഹി കിമശിഷ്യതി. യദി ഭുക്തമിഹാന്യേന ദേഹമന്യസ്യ ഗച്ഛതി ദദ്യാത് പ്രവസതാം ശ്രാദ്ധം ന തത് പ്രത്യശനം ഭവേത്. ദാനസംവനനാഹ്യേതേ ഗ്രന്ഥാ മേധാവിഭികൃതാഃ യജസ്വ ദേഹിഭി ദീക്ഷസ്വ തപസ്തപ്യസ്യ സംത്യജഃ. स नास्ति परमित्येतत् कुरु बुद्धिं महामदे प्रत्यक्षं यत्तदादिष्टा परोक्षं पृष्ठतः कुरु. सदां बुद्धिं पुरस्कृत्य सर्वलोकनिदर्शिनीं राज्यं सत्वं गृह्णीष्व भरतेन प्रसादितः. സർഗം 18 ശ്ലോകങ്ങൾ എല്ലാം പാരായണം ചെയ്ത് കഴിഞ്ഞു. 18 ശ്ലോകങ്ങളെ 108 അധ്യായത്തിൽ ഉള്ളൂ. 108 അധ്യായത്തിൽ 18 ശ്ലോകങ്ങളെ ഉള്ളൂ. അത് പാരായണം ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥമൊന്ന് നോക്കാം. എല്ലാവരും അപേക്ഷിച്ചിട്ടും ശ്രീരാമൻ രാജ്യഭാരം ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ജാബാലി എന്ന ബ്രാഹ്മണോത്തമൻ ധർമ്മജ്ഞനായ രാമനെ ഉപദേശിക്കുകയാണ്. പല വചനങ്ങൾ പറഞ്ഞ് ശ്രീരാമൻ രാജ്യഭാരം ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകത രാമനെ അറിയിക്കുന്നു. നൂറ്റിയെട്ടാം സർഗത്തിലെ 10ാമത്തെ ശ്ലോകം. നദേ കച്ഛിദ്ദശരഥത്വം ച തസ്യ ന കച്ഛന അന്യോ രാജാത്വമന്യസ്തു തസ്മാത് കുരു യദുച്യതേ. ശ്ലോകം 10ൻ്റെ അർത്ഥം. ദശരഥൻ ഭവാന് ആരുമല്ല,
അങ്ങ് അദ്ദേഹത്തിൻ്റെയും ആരുമല്ല. ആ രാജാവ് അന്യനാണ്, അങ്ങും അന്യൻ. അതുകൊണ്ട് ഞാൻ പറയും പോലെ അവിടുന്ന് ചെയ്യുക. ശ്ലോകം 11. ബീജമാത്രം പിതാ ജന്തോ ശുക്ലം ശോണിതമേവ ച സംയുക്തമൃദുമന്മാത്ര പുരുഷസ്യേഹ ജന്മതത്. ജീവികൾക്ക് പിതാവ് ജന്മഹേതു മാത്രമാണ്. ഋതുസ്നാതനായ മാതാവിൽ ശുക്ലവും രക്തവും ചേർന്ന് വ്യക്തിയുടെ ജന്മത്തിന് നിമിത്തമാകുന്നു. ശ്ലോകം 12. ഗതസ നൃപതിസ്തത്ര ഗന്തവ്യം യത്ര തേന വൈ പ്രവൃത്തിരേഷാ ഭൂതാനാം ത്വം തു മിഥ്യാ വിഹന്യസേ. ശ്ലോകം 12ൻ്റെ അർത്ഥം: അദ്ദേഹം എത്തേണ്ടതായ ദിക്കിലെത്തിക്കഴിഞ്ഞു. ഇത് എല്ലാവരുടെയും സ്ഥിതിയാണ്. അങ്ങ് മിഥ്യയാൽ അല്ലൽപ്പെടുകയാണ് ചെയ്യുന്നത്. ശ്ലോകം 13. അർത്ഥധർമ്മപരായേ താംസ്താൻ ശോചാമിനേതരാൻ തേഹി ദുഃഖമിഹ പ്രാപ്യ വിനാശം പ്രേത്യലേഭിരേ. അർത്ഥധർമ്മപരമായി കഴിയുന്നവരുടെ പേരിൽ ഞാൻ ഖേദിക്കുന്നു. അവർ ജീവിതത്തിൽ ദുഃഖമനുഭവിച്ച് ഒടുവിൽ ഒന്നുമില്ലായ്മയെന്ന വിനാശത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 14. അഷ്ടകാ പിതൃദേവത്യം മിഥ്യയം പ്രസൃതോ ജനഃ അന്നസ്യോപദ്രവം പശ്യ മൃതോ ഹി കിമശേഷ്യതി. അഷ്ടകം മുതലായ പിതൃശ്രാദ്ധങ്ങൾ ഊട്ടുന്നു. അന്നത്തിൻ്റെ വ്യർത്ഥമായ വ്യയം തന്നെയാണിത്. മരിച്ചവൻ എങ്ങനെയാണ് അന്നം ഭക്ഷിക്കുന്നത്? ശ്ലോകം 15. യദി ഭുക്തമിഹാന്യേന ദേഹമന്യസ്യ ഗച്ഛതി ദദ്യാത് പ്രവസതാം ശ്രാദ്ധം ന തത്പഥ്യശനം ഭവേത്. ഒരുത്തൻ ഭുജിച്ചത് അന്യൻ്റെ ദേഹത്തിൽ ചെല്ലുമെങ്കിൽ ഒരു പ്രവാസിക്ക് ഇവിടെ ശ്രാദ്ധം നടത്തിയാൽ അത് അദ്ദേഹത്തിന് വഴിച്ചോറാവുമല്ലോ, പാഥേയമായി തീരുമല്ലോ. ശ്ലോകം 16. ദാനസംവനനാഹ്യേതേ ഗ്രന്ഥാമേധാവിഭികൃതാഃ യജസ്വ ദേഹി ദീക്ഷസ്വ തപസ്തപ്യസ്യ സംത്യജഃ. ശ്ലോകം 16ൻ്റെ അർത്ഥം: യാഗം ചെയ്യുക, ദാനം ചെയ്യുക, ദീക്ഷ അനുഷ്ഠിക്കുക, തപസ് ചെയ്യുക, ത്യാഗം ചെയ്യുക എന്നെല്ലാം നിർദ്ദേശിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ ദാനാദികളിൽ തൽപരരായ ബുദ്ധിമാന്മാർ ഉണ്ടാക്കി വച്ചവയാണ്. ശ്ലോകം 17. സനാസ്തി പരമിത്യേതത് കുരുബുദ്ധിം മഹാമതേ പ്രത്യക്ഷം യത്തദാതിഷ്ഠ പരോക്ഷം പൃഷ്ഠത കുരുഹു. അത് മനസ്സിലാക്കി പരലോകവും മറ്റും ഇല്ലെന്നുറച്ച് ബുദ്ധിയോടെ പ്രവർത്തിക്കുക. ഇന്ദ്രിയ പ്രത്യക്ഷമായവയെ സ്വീകരിക്കുക, പരോക്ഷത്തെ പിന്തള്ളുക. 108ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം, 18ാമത്തെ ശ്ലോകം. സദാം ബുദ്ധിം പുരസ്കൃത്യ സർവലോകനിദർശിനിം രാജ്യം സത്വം ദിഗ്രഹിണീഷ്വ ഭരതേന പ്രസാദിതഃ. ഭരതൻ പ്രാർത്ഥിച്ചതനുസരിച്ച് എല്ലാ ലോകരും അംഗീകരിക്കുന്ന ബുദ്ധിയെ മുൻനിർത്തി രാജ്യം ദയവായി കൈക്കൊള്ളുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.